ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും ബന്ധനാവസ്ഥയും ഒന്നിലും ഒരു പുരോഗതി ഇല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക. നാം പരസ്പരം തിരുത്താനും തിരുത്തപ്പെടാനും ഇന്ന് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. അതിനാൽ നമ്മുടെ യോജിപ്പ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഐക്യത, ദൈവവുമായുള്ള യോജിപ്പ്, നമ്മുടെ സഹോദരങ്ങളുമായി ഉള്ള യോജിപ്പ് ഇന്ന് നമുക്ക് നോക്കാം. നാം എത്രമാത്രം ദൈവത്തോടും പരസ്പരവും യോജിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ തെറ്റ് ചെയ്താൽ അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവരെ അത് ബോധ്യപ്പെടുത്തുക, പരസ്പരം കുറ്റം പറയാതെ കുറ്റപ്പെടുത്താതെ മറ്റുള്ളവരുടെ തെറ്റുകൾ സ്നേഹത്തോടും വിനയത്തോടും ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നാം നമ്മുടെ സഹോദരങ്ങളെ നേടി. ഇന്ന് ദൈവസന്നിധിയിൽ പരസ്പരമുള്ള നമ്മുടെ ബന്ധത്തെ പരിശോധിച്ച് നോക്കാം. കുടുംബാംഗങ്ങളുമായി, അയൽവാസികളുമായി, സമൂഹവുമായി, സഭയുമായുള്ള നമ്മുടെ ബന്ധത്തെ, എല്ലാറ്റിലും ഉപരി ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ നമുക്ക് പരിശോധിച്ച് നോക്കാം. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്? മറ്റുള്ളവരുടെ തെറ്റുകളെ നാം ചൂണ്ടിക്കാണിക്കാത്തത് കൊണ്ടാണോ? അഥവാ മറ്റുള്ളവരുടെ തെറ്റുകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വിമർശിക്കുന്നത് കൊണ്ടാണോ? ആരും തെറ്റുകളില്ലാത്ത വ്യക്തികൾ ഇല്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും, മനുഷ്യരായി പിറന്നവരിൽ ഒരുവൻ പോലും തെറ്റുകൾ, പാപങ്ങൾ ഇല്ലാത്തവനില്ല. അതിനാൽ ദൈവം ഇന്ന് നമ്മോട് ഓരോരുത്തരോടും ക്ഷമിക്കുന്നത് പോലെ തെറ്റുകളുള്ള നമ്മുടെ കുടുംബാംഗങ്ങളോട്, കൂടപ്പിറപ്പുകളോട്, ജീവിത പങ്കാളിയോട്, മാതാപിതാക്കളോട്, മക്കളോട്, അയൽവാസികളോട്, സമൂഹത്തോട്, സഭയോട് നമുക്ക് ക്ഷമിച്ചുകൂടെ? ഇന്ന് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് പരസ്പരം തിരുത്തുക, തിരുത്തപ്പെടുക. അതിനാൽ വിനയമുള്ള ഒരു ഹൃദയം, എളിമയുള്ള ഒരു ഹൃദയം, ചെറുതാകാനുള്ള ഒരു ഹൃദയം ദൈവത്തോട് നിന്ന് നമുക്ക് ചോദിക്കാം. ദൈവസന്നിധിയിൽ എത്രത്തോളം നമുക്ക് ചെറുതാകാൻ സാധിക്കുമോ അത്രത്തോളം അവിടുന്ന് നമ്മെ ഉയർത്തും. സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് പറഞ്ഞതുപോലെ, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. അതുപോലെ ആയിരിക്കണം നമ്മുടെ മനസ്സ്. ദൈവം നമ്മിൽ വളരുന്നതിന് പരസ്പരം സ്നേഹത്തോടെ, ഐക്യതയോടെ വസിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം നമ്മുടെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു എങ്കിൽ സ്നേഹത്തോടെ അതിനെ സ്വീകരിക്കാൻ നാം തയ്യാറാകുക. അപ്പോഴാണ് എളിമയുള്ള ഹൃദയം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ ആത്മശോധന ചെയ്യുക. മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തെ ആത്മശോധന ചെയ്യുക. ദൈവസന്നിധിയിൽ നാം പറയുന്ന ഓരോ വാക്കും സ്ഥിരീകരിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ അവിടുന്ന് നമ്മെ വീക്ഷിക്കുന്നു. ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. നാം സംസാരിക്കുന്ന ഓരോ വാക്കിനും ഒത്തിരി പ്രാധാന്യമുണ്ട്. അതിനാൽ നാം നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക. നമ്മുടെ വാക്കുകൾ നാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? വാക്കുകളുടെ മേൽ നിയന്ത്രണമുണ്ടോ? അതോ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമാണോ? അതിനാൽ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്ത്, കർത്താവെ, എൻ്റെ തെറ്റുകൾ എനിക്ക് കാണിച്ചു തന്ന് അത് തിരുത്താനുള്ള ഒരു മനോഭാവം നൽകി നല്ലൊരു ജീവിതം എനിക്ക് നൽകണമേ. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ, എൻ്റെ കുടുംബത്തിലെ അനുഗ്രഹങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറ്റി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നു എങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ല എങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടൊത്തു കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ല എങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ല എങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ ആഹ്വാനപ്രകാരം അങ്ങ് വിളിച്ച് അനുഗ്രഹിക്കുന്നതിന് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ വീണ്ടും പ്രാർത്ഥിക്കാൻ ഒരവസരം കൂടി നൽകി ആയുസ്സും ആരോഗ്യവും നീട്ടിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്യാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിവേശിപ്പിക്കണമേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ഞങ്ങളുടെ തെറ്റുകളെ ബോധ്യപ്പെടുത്താൻ നീ അയക്കുന്നു എങ്കിൽ അവരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്വീകരിക്കുന്നതിനും തെറ്റ് തിരുത്തുന്ന ഒരു മനോഭാവത്തിലേക്ക് ജീവിതത്തിൽ ഓരോ ദിവസവും ഉയരുന്നതിനും അങ്ങനെ നല്ലൊരു ജീവിതം ജീവിച്ച് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതം സ്വന്തമാക്കുന്നതിനും കർത്താവെ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ആത്മാവിനെ നീ സ്പർശിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ആർക്കും ഒരു തടസ്സമാകാതിരിക്കാൻ ഞങ്ങൾ പറയുന്ന ഓരോ വാക്കും നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാക്കപ്പെടാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും കാരണം, ഞങ്ങളുടെ നിശബ്ദത കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, അയൽപ്പക്കത്തിൽ, സഭയിൽ ആർക്കെങ്കിലും ഞങ്ങളോട് വിരോധമുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്തി ഞങ്ങളെ തന്നെ തിരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതോടൊപ്പം ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ വീക്ഷിക്കുമ്പോൾ കർത്താവേ, അതും പറഞ്ഞു പരത്തി ആരെയും വിമർശിച്ച് അവരുടെ നിലനിൽപ്പിനെ തെറ്റായി സ്വാധീനിക്കുന്ന രീതിയിൽ അവരെ വിമർശിച്ച് കുറ്റപ്പെടുത്തി തരം താഴ്ത്തി സംസാരിക്കുന്ന ഞങ്ങളുടെ സ്വഭാവത്തിന് ഞങ്ങൾക്ക് മാനസാന്തരം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിച്ച് മറ്റുള്ളവരുടെ കുറവുകൾ, തെറ്റുകൾ, പാപങ്ങൾ, ബലഹീനതകൾ കാണുമ്പോൾ പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ അവരെ സമീപിച്ച് അവരുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ പറയുന്ന ഓരോ വാക്കും നീ സ്ഥിരീകരിക്കണമേ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്ത് നല്ലൊരു ഹൃദയത്തിന് ഉടമയാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ മുൻപ് ഞങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തെ, ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തെ, മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ, മക്കളുമായുള്ള ബന്ധത്തെ, സഹോദരങ്ങളുമായുള്ള ബന്ധത്തെ, ഇൻലോസുമായുള്ള ബന്ധത്തെ ആത്മശോധന ചെയ്ത് കർത്താവേ, ഞങ്ങൾക്ക് തിരുത്തേണ്ട ഭാഗങ്ങൾ തിരുത്താൻ ഞങ്ങൾക്ക് എളിമയുള്ള മനസ്സ് നൽകി ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച്
സ്നേഹത്തോടെ സമാധാനത്തോടെ ആയിരിക്കുവാനുള്ള ഒരു നല്ല ഹൃദയം നൽകി ഞങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് എല്ലാവരോടും രമ്യതപ്പെട്ട്, ഹൃദയത്തിൽ ആത്മീയ തലത്തിൽ എല്ലാവരോടും രമ്യതപ്പെട്ട് ജീവിക്കാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങൾക്ക് മനസ്സാന്തരം നൽകണമേ. അനുതാപമെന്ന പുണ്യം നൽകി ജീവനിലേക്ക് നയിക്കുന്ന ദൈവീക അനുതാപം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, മാനസാന്തരം ആവശ്യമില്ലാത്തവരല്ല ഞാനും എന്നെ കേൾക്കുന്ന ആരും. അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അന്തരം വരുത്തണമേ. മനസ്സിന് അന്തരം വരുത്തി ഞങ്ങളുടെ ആത്മാവിന് ഒരു നവ ചൈതന്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാളെ സാമ്പത്തികമായി ഒത്തിരി ആവശ്യങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീട് പണി തുടങ്ങി അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തവർക്ക് ആ തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം നേരിട്ടിരിക്കുന്ന എല്ലാവർക്കും ആ തടസ്സങ്ങൾ മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മാർട്ടിൻ എന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹത്തിൻ്റെ മഹിമ, വിവാഹ ജീവിതം ഏറ്റവും മഹിമയുള്ളതും ശ്രേഷ്ഠവുമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ യുവതലമുറയെ നീ അനുഗ്രഹിക്കണമേ. വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വരം നൽകി ഞങ്ങളുടെ യുവതലമുറയെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളെ ജോലിക്ക് ഇൻ്റർവ്യൂവിനു വേണ്ടി പോകുന്നവരെ, ജോലി അന്വേഷിച്ചു പോകുന്നവരെ തടസ്സങ്ങൾ കൂടാതെ വിജയം വരിച്ച് തിരികെ സുരക്ഷിതരായി വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓപ്പറേഷൻ ഉണ്ടായിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രോഗികളുടെ മേലും കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ. വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ട ഒത്തിരി ദുസ്സഹമായ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത പനിയും ജലദോഷവും തുമ്മലും കാരണം വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചർമ്മ രോഗികൾ, കർത്താവെ, എപ്പോഴും ചൊറിച്ചിലും വേദനയുമുള്ള, നീറ്റലും പുകച്ചിലുമുള്ള എല്ലാ ചർമ്മ രോഗികളെയും നീ സ്പർശിച്ചിപ്പോൾ സുഖപ്പെടുത്തണമേ. രോഗികളായ ഓരോരുത്തർക്ക്, ക്യാൻസർ രോഗികൾക്ക് കർത്താവെ, നീ സൗഖ്യം നൽകാൻ നിനക്ക് സാധിക്കുമല്ലോ. ദൈവമേ, ഒന്നും നിനക്ക് അസാധ്യമല്ല. ഇന്ന് ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പൂർണ്ണ ആരോഗ്യത്തോടെ നീ കാത്തുകൊള്ളണമേ. മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി ഈ രാത്രിയിൽ അവരുടെ അന്തരാത്മാവിനെ സുഖപ്പെടുത്തി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുണക്കി ശരീരത്തിന് ആരോഗ്യം നൽകി സമാധാനമുള്ള ഒരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ ഞങ്ങളുടെ ഓരോ നിയോഗവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ കുറച്ച വിശ്വാസമുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരീ സഹോദരങ്ങൾ, ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ആവശ്യങ്ങളുടെ മേൽ ഇപ്പോൾ ഞാൻ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു. നീ കരുണയോടെ ഈ മക്കളെ ഇപ്പോൾ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹം വന്ന് നിറയുവാൻ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി നിരന്തരം അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരിവർത്തനം നൽകി ദൈവവുമായും പരസ്പരവും ഐക്യതയിലായി രമ്യതപ്പെട്ട് സ്വന്തമായി തന്നെ തന്നോട് തന്നെ രമ്യതപ്പെട്ട് ജീവിക്കാൻ, മറ്റുള്ളവരോട് രമ്യതപ്പെട്ട് ജീവിക്കാൻ, ദൈവത്തോട് രമ്യതപ്പെട്ട് ജീവിക്കാൻ ഈ രാത്രിയിൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുതാപം എന്ന ദൈവീക അനുഗ്രഹം നൽകി നമ്മെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സുഖമായ നിദ്ര നൽകി എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കർത്താവ് രക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന സാധിക്കുന്ന എല്ലാവരും ഇത് പരസ്പരം ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ ചെറിയ ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ. വീണ്ടും അതിരാവിലെ 5 മണിക്ക് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടാം എന്ന ആഗ്രഹത്തോടുകൂടി ഈ രാത്രിയിൽ നമുക്ക് ദൈവകരങ്ങളിൽ സുരക്ഷിതരായി ഉറങ്ങാം. കർത്താവ് സമർത്ഥമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.